ഇരുവരും മണ്ഡലത്തിൽ UDF അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത്. വിജയിച്ച സ്ഥാനാർത്ഥി വിഷ്ണുമോഹൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. അട്ടിമറി വിജയമാണുള്ളത്. LDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി LDF കൈകാര്യം ചെയ്തിരുന്നൊരു നിയോജക മണ്ഡലം അത് അട്ടിമറി എന്നതിനപ്പുറത്തേക്ക് അർഹിക്കുന്ന വിജയം UDF അർഹിക്കുന്ന ഒരു വിജയമാണ് അവിടെ നേടിയത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ UDF നേടിയ വിജയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ തരംഗം അത് നിയമസഭയിലും ആവർത്തിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ തരംഗം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ CPMൻ്റെ നയങ്ങളെയും നിലപാടുകൾക്കുമെതിരായിട്ടുള്ളൊരു ജനവിധിയായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങൾ കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വരുന്ന 5 വർഷത്തെ പദ്ധതികൾ എന്താ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ? യുവത്വമാണ്, ഒരുപാട് യുവാക്കളൊക്കെ ഉള്ള മണ്ഡലമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വികസനം ഒരിടപ്പ് പലയിടങ്ങളിലും ഉണ്ട് താനും. തീർച്ചയായും ആ നിയോജക മണ്ഡലത്തിലെ വികസനത്തിൻ്റെ അർത്ഥവത്തായ വികസനം പൂർണ്ണമായും ആ മണ്ഡലത്തിൽ അനുഭവവേദ്യമാക്കണം. ഒരുപാട് അവസരങ്ങളുള്ള മണ്ഡലമാണ്. ചെറുപ്പക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നൽകിയ വാക്കുകൾ ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാട് കൂടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതറ്റം വരെയും പോകുവാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. എന്തായാലും ആശംസകൾ. താങ്ക് യു. എന്തായാലും വലിയ വികസന സ്വപ്നങ്ങളുണ്ട്. വിഷ്ണുമോഹന് യുവ സ്ഥാനാർത്ഥിയാണ്. വലിയ സ്വപ്നങ്ങളുമായാണ് എന്തായാലും ഇന്ന് വിജയിച്ച് കയറുന്നത്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റട്ടെ. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.